ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി മരണപ്പെട്ടിരിക്കുന്നു. മധ്യപ്രദേശ് സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ അനീഷ് ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. അനീഷ്, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. തൃശ്ശൂർ ചാലക്കുടിയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടി മധ്യപ്രദേശ് മാണ്ഡ്യ സ്വദേശി മരണപ്പെട്ടിരിക്കുന്നു. അനീഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്? എന്താണ് വിവരങ്ങൾ? അന്ന് രാവിലെ 11 മണിയോടെ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും ഈ യുവാവ് 32 വയസ്സുകാരനായ യുവാവ് പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് പറയുന്നത്. തൃശ്ശൂർ ചാലക്കുടി പാലത്തിൽ പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിൽ എത്തിയപ്പോഴാണ് ഈ യുവാവ് ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. മധ്യപ്രദേശ് മാണ്ഡ്യ സ്വദേശി 32 വയസ്സുള്ള യുവാവാണ് മരണപ്പെട്ടത്. ഈ പുഴയിലേക്ക് ചാടുന്നത് സഹയാത്രിക കണ്ടിരുന്നു. ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അതുപോലെ തന്നെ ചാലക്കുടി ഫയർഫോഴ്സിലെ സ്കൂബ ടീമും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ നിന്നും ഈ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും മധ്യപ്രദേശ് മാണ്ഡ്യ സ്വദേശി രാംകിഷൻ ഭവേദി എന്ന് പറയുന്ന 32 വയസ്സുള്ള യുവാവാണ് മരണപ്പെട്ടത്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. എന്തായാലും യാത്രക്കാർ പറയുന്നത് ഇദ്ദേഹം ഈ ട്രെയിനിൽ പാലത്തിന് മുകളിൽ ട്രെയിൻ എത്തിയപ്പോൾ ട്രെയിനിൽ നിന്നും പുഴയിലേക്ക് ചാടിയതാണ് എന്നാണ് പറയുന്നത്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോയിരുന്ന ട്രെയിനിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. 10 മണിക്ക് എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. ഏകദേശം 11 ഈ ചാലക്കുടി എത്തി. ഈ ട്രെയിൻ ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിൽ എത്തിയപ്പോഴാണ് ഈ യുവാവ് പുഴയിലേക്ക് ചാടിയത്. എന്തായാലും മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന രീതിയിലായിരുന്നു ഫയർഫോഴ്സ് എത്തിയപ്പോൾ. ഇദ്ദേഹത്തിന് പുറത്ത് ഇദ്ദേഹം ധരിച്ചിരുന്ന ബാഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ബാഗിൽ കൃത്യമായി ഇദ്ദേഹത്തിന്റെ ആധാർ കാർഡ് ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു. ഇതിൽ നിന്നാണ് ഇദ്ദേഹം മധ്യപ്രദേശ് മാണ്ഡ്യ സ്വദേശിയാണ് എന്ന് മനസ്സിലായതും 32 വയസ്സുകാരനാണ് എന്ന് മനസ്സിലായതും. യുവാവ് എവിടെ നിന്നാണ് ട്രെയിൻ കയറിയത് എന്നത് ഉൾപ്പെടെയുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്തു വന്നിരുന്ന ആളാണോ, എന്താണ് മരണകാരണം എന്നത് ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. എന്തായാലും യുവാവിന്റെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഭദ്ര. ശരി, അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ ചാലക്കുടിയിലാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടി മരണപ്പെട്ടിരിക്കുന്നത്. ഇത് കൊലപാതകമാണോ അതോ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് 11 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. മധ്യപ്രദേശ് സ്വദേശിയാണ് മരണപ്പെട്ട യുവാവ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.